അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ 3 ദിവസം അവിടെ കിടന്ന് 4-മത്തെ ദിവസം നമ്മൾ ലോഡ് കയറി മധുര സേലം നാഷണൽ ഹൈവേ വന്ന് കിടക്കുകയാണ്. ഒന്നും പറയണ്ട, ലോഡാവാൻ കുറച്ച് താമസം വന്നു. അങ്ങനെ നമ്മൾ വണ്ടിയായിട്ട് നേരെ രാത്രി 12 മണിക്ക് ലോഡുമായിട്ട് ഇറങ്ങി. ഒരു 3 മണി വരെ ഡ്രൈവ് ചെയ്തിട്ട് ഉറക്കം വന്നപ്പോൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് മധുരയ്ക്ക് അടുത്താണ്. മധുര ഇനി ഒരു 50 കിലോമീറ്ററോടെ ഉള്ളൂ. ഇത് മധുര സേലം നാഷണൽ ഹൈവേ ആണ്. ഇനി മധുര കഴിഞ്ഞിട്ട് നമുക്കൊരു കപ്പള്ളൂർ ടോൾ പാസ എന്നാണ് അതിൻ്റെ നെയിം. കപ്പള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ടോളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു 3 കിലോമീറ്റർ കഴിഞ്ഞ് രാജപാളയം റോഡ്, തെങ്കാശി റോഡ് കയറി നമ്മൾ വേറൊരു ഹൈവേ ആണത്. ആ ഹൈവേ കയറി ബൈപ്പാസ് ആണത്. അതുവഴി കയറി നേരെ നമ്മൾ ചെങ്കോട്ട ചെന്ന് കയറും. അപ്പം ആ റോഡ് പണി നടക്കുക, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് കിലോമീറ്ററും കുറവാണ്. ഈ തിരുനെൽവേലി തെങ്കാശി പാസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ തെങ്കാശി തിരുനെൽവേലി ടച്ച് ആവാതെ നേരെ ചെങ്കോട്ട ചെന്ന് ചാടും. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വഴി ചൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വണ്ടി നിർത്താനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി പക്ഷേ ഓപ്പോസിറ്റ് അപ്പുറ സൈഡാണ് കിടക്കുന്നത്. അവിടെ അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഇവിടെ വണ്ടി നിർത്തിയിടാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം. നല്ല കാണാൻ അടിപൊളി വൈബ് സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലവും നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അങ്ങനെ നമ്മളതെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തതിന് ശേഷം വണ്ടിയെടുത്ത് നേരെ ചെങ്കോട്ടയിലേക്ക് പോകാനുള്ള റെഡിയാവലിലാണ് നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് നേരെ ചെങ്കോട്ട ചെന്നിട്ട് നമുക്ക് സൈറ്റ് കിട്ടിയിരിക്കുന്നത് പന്തളമാണ്. പന്തളം ലോഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് പുനലൂർ എന്നിട്ട് നമുക്ക് അവരെ വിളിച്ചിട്ട് വേണം പന്തളത്ത് പോകാൻ. അപ്പം പന്തളം ഒരു പോസ്റ്റ് കമ്പനിയാണത്. KCBയുടെ പോസ്റ്റ് റെഡിയാക്കുന്ന പോസ്റ്റ് കമ്പനിയാണ്. അപ്പം അവിടെ ചെന്ന് അവർ വിളിച്ചതിന് ശേഷം പോയാൽ മതിയാകും. ശനിയാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച ലോഡ് ഇറക്കാനും സാധ്യതയില്ല. അങ്ങനെ നമ്മൾ ഒരു വഴിയോര കടയിൽ വണ്ടിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് നിർത്തി വിലയൊക്കെ ചോദിക്കണമെന്ന് തോന്നി. മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒന്നും വാങ്ങിയില്ല. എങ്കിലും നമുക്കത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ നമ്മളത് വീഡിയോ ഒക്കെ എടുത്ത് 10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇപ്പോൾ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് ചെങ്കോട്ട ചെന്ന് പാസ്സായി നമുക്കൊരു 8-8:30 ആകുമ്പോൾ പുനലൂർ ചെല്ലാം. പിന്നെ 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയമാറുകയും എംസാൻ്റെ വണ്ടിക്കാരുടെ ഒരുപാട് തിരക്കായതുകൊണ്ട് നമുക്ക് ഹൈ റേഞ്ച് ഓടിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിനി കേരളത്തിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ആ ലോഡുമായിട്ട് നമ്മൾ വന്ന് പുനലൂർ വണ്ടി ഇട്ടിട്ട് വീട്ടിൽ പോയി ഒരു ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ വണ്ടി എടുത്ത് വന്നപ്പോൾ പന്തളം കഴിഞ്ഞ അടൂർ റൂട്ടിൽ നമ്മുടെ ശരത്തളീൻ്റെ വണ്ടി പണി റേഡിയേറ്റർ ലീക്കായിട്ട് പണിയായിട്ട് ഇവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി ശരത്തളീനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്യാബിൻ പൊക്കി നോക്കിയപ്പോൾ ഫ്രണ്ടിലും സൈഡിലും എല്ലാം നല്ല ലീക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നേരെ പന്തളം പോസ്റ്റ് കമ്പനിയിലെത്തി. അപ്പം പോസ്റ്റ് കമ്പനി എത്തിയപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ എല്ലാം ബംഗാളികളാണ്. അവരെല്ലാം വർക്കിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മുടെ ലോഡ് ഇറക്കി തരത്തുള്ളൂ. എങ്ങനെ പോയാലും ഒരു 5-6 മണിയാകുമെന്ന് പറഞ്ഞു. ഈ കൊച്ചു വഴി കൂടാണ് ഞാൻ വണ്ടി കൊണ്ടുവന്നത്. വണ്ടി കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ എക്സ്പെർട്ട് ഡ്രൈവർ ആയതുകൊണ്ട് വിഷയമില്ല ഗ്യാസ്. നമ്മളതിനകത്ത് കയറ്റി. എന്നിട്ട് ഇവിടെ പോസ്റ്റ് കമ്പനിക്കകത്ത് ഇവിടെ സൈഡിൽ കിടക്കുകയാണ്. അവിടെ വർക്ക് നടക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇനി അപ്പുറത്ത് കാണുന്ന ഷീറ്റ് പെരയുടെ അവിടെ നമ്മൾ ഈ മരത്തിൻ്റെ ഈ മാൻ്റെ വണ്ടി കിടക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ യൂട്ടൺ അടിച്ച് അപ്പുറത്തെ സൈഡിൽ വരണം. പായെല്ലാം അഴിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് അവിടെ ഇട്ടതിന് ശേഷമായിരിക്കും നമ്മുടെ ലോഡ് ഇറക്കുന്നത്. അപ്പോൾ അവർ എങ്ങനെ പോയാലും 6 മണിയാവും. നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്. ഇപ്പോഴാണ് ഈ വണ്ടി നമ്മളിവിടെ കിടക്കുന്നത് കണ്ടത്. മാൻ്റെ വണ്ടിയാണ്. അതിൽ M ഇല്ല, AN മാത്രമേ ഉള്ളൂ കേസ്. KCBയുടെ വണ്ടിയാണ് കേസ്. വണ്ടി ഒരു രക്ഷയില്ല. അപ്പോൾ വണ്ടി നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അതിനുശേഷം നമ്മുടെ ലോഡ് എപ്പോൾ ഇറങ്ങുമെന്നുള്ള ചിന്തയിലാണ് ഞാനും. നമ്മളങ്ങനെ ഈ സ്ഥലവും ഇവിടുത്തെ വൈബും എല്ലാം കണ്ടതിന് ശേഷം നേരെ വണ്ടി എടുത്തുകൊണ്ട് അപ്പുറത്ത് കൊണ്ടിട്ട് അവിടുന്ന് ലോഡ് ഇറക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് എങ്ങനെയാലും ഒന്ന് പോകണം. എങ്ങനെ പോയാലും രാത്രിയാവും. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേസ്. നമ്മൾ ഈ കൊച്ചു വഴി കൂടാണ് ഇനി യൂട്ടണടിച്ച് അപ്പുറത്ത് പോകേണ്ടത്. ഇതാണ് അവരിവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന പോസ്റ്റുകൾ.
ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം വീഡിയോ എടുക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കാതെ നമുക്ക് അവിടെ നമ്മുടെ വഴികളും നമ്മുടെ വണ്ടിയും മാത്രം കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടിട്ട് ടാർപ്പെല്ലാം അഴിച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ലോഡ് ഇറക്കി തന്നാൽ നമുക്ക് എങ്ങനെയും നേരെ തിരുനെല്ലവേലി ഓടി ചെന്നിട്ട് എൻ്റെ വണ്ടി എടുക്കാമായിരുന്നു. നമ്മുടെ വണ്ടി കൈ കിട്ടിയാലേ ഗ്യാസ് ശരിയാവത്തുള്ളൂ. അങ്ങനെ ഇവിടാണ് നമ്മൾ ആ ദൂരെ കാണുന്ന ഷീറ്റിനടിയിലാണ് നമ്മൾ വണ്ടി കൊണ്ട് പിടിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പിടിച്ചിട്ട് കൊടുത്തിട്ട് ലോഡൊക്കെ ഇറക്കിയിട്ട് എൻ്റെ വണ്ടി എടുത്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.